അങ്ങനെ അവസാനം അമൃത സുരേഷ് പ്രതികരിച്ചിരിക്കുകയാണ് ഈ ബാലയുടെ സ്ഥിരം ഊളത്തരത്തിന് ഒരു അഡ്വക്കേറ്റിന്റെ കൂടെ ഇരുന്ന് തന്നെ നിയമപരമായ കാര്യങ്ങളൊക്കെ പറയേണ്ട ഒരു ആവശ്യം ഉണ്ടാകുന്നു. കാരണം ഈ വിവരം കേട്ടവൻ ഇങ്ങനെ നിരന്തരം അവരെ പറ്റി ഈ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലും ഒരുമാതിരി കളി കളിക്കുമല്ലേ. ബോധം വിവരമുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ട് എന്താ ഇവിടെ ഒരു ഡിവോഴ്സ് കേസ്, അത് കഴിഞ്ഞ് ലീഗൽ പൊസിഷൻ കുട്ടിക്ക്, അത് കഴിഞ്ഞ് പിതാവിന് കുട്ടിയെ കാണണമെന്നുണ്ട് എന്താണ് ഫോർമാലിറ്റീസ് എന്നൊക്കെ എല്ലാ അഡ്വക്കേറ്റിനും മനസ്സിലാവും. വിവരവും വിദ്യാഭ്യാസമുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാവും. പക്ഷെ അത് മനസ്സിലാകാത്ത കുറച്ച് ആൾക്കാരെ സെന്റിമെന്റ്സും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ ഓൺലൈനിൽ ഇരുന്ന് കൊണയടിക്കുന്നതല്ലാതെ ലീഗലായിട്ടോ അല്ലെങ്കിൽ ഈ കുട്ടിയെ കാണേണ്ട സമയത്ത് പോയി കാണുകയോ ചെയ്യാത്തൊരുത്തൻ കൊണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണെന്ന് ആർക്ക് കണ്ടാലും മനസ്സിലാവും. പക്ഷെ ഇത് ആരും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. പട്ടിയുടെ വില പോലും കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവരെ പറ്റി മാത്രമല്ലല്ലോ അപവാദം പറയുന്നത്, വേറെ പലതും പറയുന്നുണ്ട്. അപ്പൊ ആരും ശ്രദ്ധിക്കുന്നില്ല. സത്യത്തിൽ ഇപ്പോ അമൃത സുരേഷ് പ്രതികരിച്ചതിനകത്ത് ബാല ഹാപ്പി ആവാനാണ് ചാൻസ്. കാരണം ഒരു പട്ടിക്കും വേണ്ടെന്ന് പറയുന്നത്, പട്ടിക്കും പോട്ടെ, ഒരു മനുഷ്യന് ഒരു സാധനത്തിനും വേണ്ടാതെ വേസ്റ്റ്, ഒരു ബിഗ് സൈസ് വേസ്റ്റ് ആയി മാറിയ ബാലയ്ക്ക് ശരിക്കും സന്തോഷമായി കാണും. അവളെങ്കിൽ എന്തിനു പറഞ്ഞല്ലോ ഇത്രയും നാളും കിടന്ന് കൊണ പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്യാതിരിക്കുന്നത് ആ ഒരു പരിപാടിക്ക് പറ്റിയ പണിയല്ല. കുറെ നാളായി കൊണ അടിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഒന്നും ഇല്ലല്ലോ ഇവര് പറഞ്ഞ. പിന്നെ എനിക്ക് തോന്നുന്നില്ല ബാല ഇവരെ പറ്റി ആവശ്യമില്ലാത്ത വീഡിയോ ഇടുവന്ന്. ബാല അങ്ങനെ പഠിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ പഠിക്കുന്നു ഓരോരുത്തരെ. അല്ലെങ്കിൽ ഇവർക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ തോക്ക് എടുത്ത് കിടക്കുക, വല്ലവന്റെ വീട്ടിൽ കയറി ചെല്ലുക, അതെന്താന്ന് മനസ്സിലായിട്ടില്ല. അത് അവന്റെ ആ ഒരു രീതിക്ക് അവൻ കാണിക്കുന്നു. ഇനി അങ്ങനത്തെ പരിപാടി ഒന്നും അവതരിപ്പിക്കത്തില്ല. അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അകത്ത് കിടക്കും. അതൊക്കെ നല്ലപോലെ അറിയാവുന്നത് കൊണ്ട് ഇനി അതും കാണത്തില്ല. ഇനി ഈ പറഞ്ഞ പോലെ അവരെ പറ്റി ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളും പറയത്തില്ല. അത് അങ്ങനെ പോകുന്നു. സത്യത്തിൽ ഈ ഡിഫമേഷന് ശരിക്കും പറഞ്ഞൊരു കേസും കൊടുക്കും മിക്കവാറും അവരിങ്ങനെ പോയാൽ. അല്ല ഓൾറെഡി കൊടുത്തു കാണാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ ഇങ്ങനെ വന്ന് ചുമ്മാ വാൺ ചെയ്യുന്ന വീഡിയോ ഒന്നും ഇട്ടിട്ട് നിർത്തത്തില്ലല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും ഒരു കേസ് കൂടെ വരുന്നുണ്ടാവും. പിന്നെ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ് എന്നുള്ളത് ഇപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഈ ബാല എന്ന് പറയുന്നത് പറഞ്ഞ കള്ളമല്ല ഒന്നും പറയത്തില്ല. പിന്നെ പന്ന സെന്റിമെന്റ്സ് പിടിക്കാൻ വേണ്ടി കുറച്ച് ചാരിറ്റി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പാവപ്പെട്ടവരെയൊക്കെ വിളിച്ചു വരുത്തി ഇത് കാണിക്കുന്ന മുഴുവനും ഇങ്ങനത്തെ ഓരോ എന്താ പറയുക അളിഞ്ഞ ഇടപാടുകൾ കവർ ചെയ്യാൻ, അല്ലെങ്കിൽ മനസ്സിലായില്ലേ, ഭയങ്കര നല്ലവനാണെന്ന് ആൾക്കാരെ തെളിയിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയുണ്ട് ഇയാൾക്ക്. എന്നിട്ട് ഭയങ്കര കച്ചറപ്പണി കൈ കാണും. അപ്പൊ എനിക്ക് മനസ്സിലായിടത്തോളം ഇപ്പൊ ഇവിടെ വന്ന് കയറി കാണിച്ച തിണ്ടിത്തരവും അത് അതിന്റെ പുറകെ കാണിച്ച കള്ളത്തരങ്ങളും മാനസിക രോഗിയാക്കുന്നതും ആറാട്ടനെയൊക്കെ പിടിച്ചു നിർത്തി രോഗിയാണെന്ന് പറഞ്ഞു പിടിപ്പിക്കുന്നതും പിന്നെ എന്തൊക്കെയോ പറഞ്ഞില്ലേ, കുറെ എന്തെല്ലാം പറഞ്ഞു പിടിപ്പിച്ചേ, എന്തൊക്കെയോ കാണിക്കുക. പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അമൃത വന്ന് പുള്ളി എന്തെങ്കിലും പറഞ്ഞതോ അല്ലെ കേസ് കൊടുക്കുന്നൊന്നും അല്ല പുള്ളിയുടെ ആവശ്യം. പുള്ളിക്ക് ലൈൻ ലൈറ്റൊക്കെ നിൽക്കണം. ഇനിയിപ്പോ എന്താ പറയാ, വേറെ വഴിയൊന്നും ഇല്ല. എല്ലായിടത്തൊന്നും തഴഞ്ഞു. വീട്ടുകാർക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, കൂട്ടുകാരില്ല. അപ്പൊ ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് പരിചയപ്പെട്ട ആൾക്കാരൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് കൂടിയിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ കൂടുന്നുണ്ട്. അവരെ എന്തൊക്കെയോ പറഞ്ഞ് പറ്റിച്ചേക്കുക. അല്ലെങ്കിൽ എന്തൊക്കെയോ ആവശ്യങ്ങളുള്ള ആളുകൾ. അല്ലാതെ വേറെ ഒരു മനുഷ്യൻ കൂടില്ലാത്തൊരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സഹതാപം തോന്നുന്നത് വേറെ എന്തെങ്കിലും ചതിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് നമുക്ക് സഹതാപം തോന്നാം. പക്ഷെ ഇയാൾ അങ്ങനല്ല. ഇയാൾ ബാക്കിയുള്ളവരെല്ലാം പറ്റിക്കാൻ ഇറങ്ങിയിട്ട് പണി മേടിച്ച് കൂട്ടുന്ന ഒരു മണ്ടനായതുകൊണ്ട് ഇയാളുടെ ആർക്കും സഹതാപം തോന്നുന്നില്ല. അതുകൊണ്ടാണ് ആരും കൂടില്ലാത്തത്. എല്ലാവരും ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പോലെയുള്ള വലിയൊരു പ്രൊസീജിയർ നടന്നിട്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന സാഹചര്യത്തിൽ ആ ഒരു സമയത്ത് എത്ര ബന്ധുക്കൾ, എത്ര സുഹൃത്തുക്കൾ, എത്ര പരിചയമുള്ളവരൊക്കെ കൂടെ ഉണ്ടാകുന്ന. എന്താണ് ഇത്രയും നാളും ജീവിച്ചൊരാൾക്ക് എന്താണ് ഇത്ര കുറഞ്ഞു പോകുന്ന സുഹൃത്തുക്കൾ? ബന്ധുക്കൾക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, സുഹൃത്തുക്കളില്ല. അവസാനം ആ കൂടെ ഉണ്ടാകുന്ന മൂന്നാമത്തെ ഭാര്യയാന്ന് തോന്നുന്നു. എത്രാമത്തെ ഭാര്യയാന്ന് എനിക്കറിയത്തില്ല. എലിസബത്ത് എന്ന് പറഞ്ഞ പെൺകുട്ടി, അവളും ഇല്ല. എല്ലാവരും ഇട്ടിട്ട് പോവുക. എന്നിട്ട് ഇന്റർവ്യൂലൊക്കെ വന്നിരുന്ന എലിസബത്ത് ഗോൾഡ് എന്നൊക്കെ പറയുന്നത് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ പണി മേടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് മനഃപൂർവ്വം പറയാത്ത. കുറച്ച് കഴിയുമ്പോൾ അവരെ പറ്റി അവൻ കുറ്റം പറയും. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. എലിസബത്തിന്റെ കേസിലാണ് എന്റെ വീഡിയോയിൽ ആദ്യം ബാല വലിയ ഉടക്കൊക്കെ കാണിച്ചത്. അപ്പോൾ എല്ലാവരും എന്നെ വന്നിട്ട് പറഞ്ഞു നീ പറഞ്ഞത് ശരിയല്ല, നീ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാല പറയുന്നത് കേട്ടിട്ടൊക്കെ. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എലിസബത്ത് ഓടി. ഞാനെന്ന് പറയുന്നത് ഈ ഫോട്ടോ കേട്ടിരുന്ന ഇവന് ആ എലിസബത്തെങ്കിലും കയ്യിലിരുന്നേനെ. അല്ല ഇങ്ങനത്തെ രീതി ബിഹേവ് ചെയ്യരുത്. ഒരാളെ പട്ടിയെ പോലെ ട്രീറ്റ് ചെയ്തത്. പക്ഷേ കമ്മിയർ എന്നൊക്കെ വിളിക്കുന്നത് എന്തിനാണ്? അവർക്ക് താല്പര്യമില്ലാത്ത സമയങ്ങളിൽ വീഡിയോ വിളിച്ചിരുത്തുക. താല്പര്യമില്ലാത്ത സമയത്ത് എന്തൊക്കെ ചെയ്ത് കാണുമെന്തോ, എവിടെയെങ്കിലും വിളിച്ചുകൊണ്ട് പോവുകയും നിർബന്ധിച്ച് സ്റ്റേജിൽ കയറ്റുകയും കോമാളിത്തരം കാണിക്കുകയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് ആ പെണ്ണ് മാറി നിൽക്കുമ്പോൾ അവർക്ക് സമാധാനം കൂടത്തേ ഉള്ളൂ. കാരണം ഇത്രയും കച്ചറകളോടൊക്കെ ഒന്നും ആൾക്കാർക്ക് ഒരു 5 മിനിറ്റ് ചിലവഴിക്കാൻ പറ്റത്തില്ല. അല്ലെ പിന്നെ എന്തെങ്കിലും നിവർത്തികളുണ്ടാവണം. ഒരു 10,000 രൂപ കിട്ടും എന്നുള്ളത് കൊണ്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ സ്പെൻഡ് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഇത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. ഓൺലൈനിൽ കാണുന്നവരൊക്കെ കാണുന്നത് എന്തെങ്കിലും പൈസ ആവശ്യമുള്ള ആൾക്കാർ അവന്റെ കൂടെ നിൽക്കുന്ന 1 മണിക്കൂർ പോലും കാണത്തില്ല. ചിലപ്പോൾ 2 മണിക്കൂർ അവിടെ ഇരുന്ന് തന്നെ ആയിരിക്കും. അത് അവർക്ക് അങ്ങനത്തെ ഒരു ആവശ്യമുള്ളതുകൊണ്ടും നിവൃത്തികളുള്ളതുകൊണ്ടും പിടിച്ചിരുത്തി ചെയ്യിക്കുന്ന വീഡിയോകളാണ്.
പക്ഷെ അതല്ലാത്ത സമയത്ത് കാര്യങ്ങളെ പറ്റി നമ്മൾ ഇയാളുടെ ബിഹേവിയർ പിന്നെ കാണിച്ചു കൂട്ടിയ പോക്കൃത്തരൊക്കെ കൂടെ വെച്ച് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് ഇങ്ങോട്ട് എന്തെങ്കിലും പൊട്ടിത്തെറിച്ച് ചെയ്യുമ്പോൾ കാണിക്കുന്നവരൊക്കെ വിദ്യാഭ്യാസക്കുറവിന്റെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. പിന്നെ എന്തോ ഡോക്ടറേറ്റ് കാശ് കൊടുത്ത് മേടിച്ചെന്നൊക്കെ പറയുന്ന ടൈപ്പ് ഒരു അല്പനും പക്ക നാട്ടാമ പോലത്തെ സ്വഭാവം കാണിക്കുന്ന ഒരുത്തൻ. അതിൽ കൂടുതൽ ക്വാളിറ്റി എന്നുള്ള ആളൊന്നും അല്ല. ഈ ഇവരൊക്കെ എന്ത് ക്വാളിറ്റി എല്ലാം തന്നെ ഒന്ന് രണ്ട് സിനിമയിൽ അഭിനയിച്ചല്ല, എത്ര സിനിമയിൽ അഭിനയിച്ചിട്ട് എന്ത് കാര്യം? അതിലൊന്നും ക്വാളിറ്റി ഇല്ലല്ലോ. ആൾക്കാരുടെ ക്വാളിറ്റി നമ്മളങ്ങനെ കാണുന്നില്ല. അവസാനം എന്തായി എന്ന് ചോദിച്ചാൽ പറയും ചെറുതാ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റിൽ എലിസബത്ത് വിട്ടിട്ട് പോയി. എലിസബത്ത് ഇപ്പം ഇവിടെ ഇല്ലെന്ന് കുറെ നാളായി അവിടെ ഇല്ലാതായിട്ട്. എന്തുകൊണ്ടാണ് പോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കഥയൊക്കെ ഇനി പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ബാല ഇവരെ പറ്റി അനാവശ്യം പറയണം. അത് ബാല തന്നെ പറഞ്ഞ് ഇതേപോലെ ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും എറിക്കുന്നില്ല. ഇനി ഇത് കഴിഞ്ഞ് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരും അന്ന് പറയാതെ എന്റെ പേരിലുള്ള പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. അത് പെട്ടെന്ന് ഒരു ദിവസം അടങ്ങ് നിർത്തിയപ്പോൾ പുള്ളിക്കൊന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ ആർക്കും ആളെ പറ്റി ഒന്നും പറയാനില്ല. അത് കഴിഞ്ഞ് പിന്നെ കാണിച്ചതൊക്കെ ഒന്നും വലിയ ആരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങോട്ട് എല്ലാവർക്കും കാര്യം മനസ്സിലായി വരുന്നേ ഉള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ അമൃതയുടെ കേസിൽ ഇത്രയും കച്ചറ ഉണ്ടാക്കിയവന് ഇത്ര ഇന്റർവ്യൂ കൊടുക്കുന്നു, ആ ഹൈദ്രോളിയെ പോലത്തെ ആൾക്കാരൊക്കെ വന്നിരുന്ന് ഈ കഞ്ഞിത്തരം കേൾക്കുന്നു, അങ്ങനത്തെ കുറച്ച് മീഡിയകളെ ഉള്ളൂ ഇതേപോലെ വന്നിരുന്ന് ഇത്തിരി നാറികളുടെ വായിന്ന് വീഴുന്നത് പെറുക്കിയിട്ട് എങ്ങനെയും എന്തെങ്കിലും റീച്ചും കിട്ടി, വ്യൂ കിട്ടി, അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ഇത്തിരി ചാനലുകളുണ്ട്. അതിന് ഇനിയിപ്പോൾ വേണമെങ്കിൽ നവകേരളമൊക്കെ വരുമായിരിക്കും. ഇതുപോലൊക്കെ വരുമ്പോൾ ഒരു തടിയം വരും തിന്നാൻ. ബാലയുടെ വീട്ടിൽ പോയി ഞം അടിക്കുന്നവന്മാരുണ്ട്. അവരൊക്കെ വന്നേ ഇതൊക്കെ ചെയ്യത്തുള്ളൂ. അല്ലാതെ നല്ല ചാനലുകാരും വരത്തില്ല. ചാനലുകാർ പല ഓൺലൈൻ മീഡിയ 100 ഉണ്ട്. പക്ഷെ അതിനകത്ത് ഏറ്റവും അന്തസ്സില്ലാത്ത, എത്ര തരം താന്നിട്ട് എന്ത് പണി ചെയ്തിട്ട് ആരെ എന്തൊക്കെ കാണിച്ചിട്ട് മറ്റേ അങ്ങനെ എന്ത് വേസ്റ്റ് നക്കി തിന്നാൻ മടിയില്ലാത്ത ആൾക്കാർ വീണ്ടും അവിടെ പോകാറുണ്ട്. അല്ലാതെ സ്വല്പം അന്തസ്സുള്ള ആൾക്കാർക്ക് ചേർന്ന പണിയല്ല ബാല പറയുന്ന കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യാന്ന് പറയുന്നത്. അതിപ്പോൾ ആ സ്ത്രീയെ പറ്റി പറയുന്നതാണെങ്കിലും അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളോ അല്ല അവർ ഡിവോഴ്സ് ആയത് കഴിഞ്ഞിട്ട് അങ്ങനെ ആക്കിയില്ല ഇങ്ങനെ ആക്കിയില്ല അങ്ങനെ കള്ളത്തരങ്ങൾ പറയുമ്പോൾ ഇത് ഈ വന്നിരിക്കുന്നവർക്ക് അറിയാത്തതുകൊണ്ടല്ല, ഇതിന്റെ ലീഗൽ ഫോർമാലിറ്റീസ് അറിയാത്തതുകൊണ്ടോ അല്ല അന്വേഷിക്കാൻ എന്താ പറ്റാത്തത്, ഇവർക്ക് മാത്രം എന്താ ഇത് അറിയാത്തത്, അതുകൊണ്ടുമല്ല. ഇങ്ങനത്തെ കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന തരം താന്ന ചിന്താഗതിയും അതുപോലെ തന്നെ അത്രയ്ക്ക് അതപ്പതിച്ച ഒരു മനുഷ്യരുമാണ്. അവരെ കൊണ്ട് വേറെ അത് കതിക്കൂളൊന്നും പ്രതീക്ഷിക്കേണ്ടാത്ത ടൈപ്പ് ആൾക്കാർ. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ് മറ്റേ തടിയൻ നക്കി തിന്ന അവന് ഫുഡ് കൊടുത്താൽ തോന്നുന്നു. കേരള ന്യൂസ് ചാനലുണ്ട്, അവനിടയ്ക്കൊക്കെ അവിടെ പോകാറുണ്ട് ബാലച്ചേട്ടാന്നൊക്കെ വിളിച്ചിട്ട്. പിന്നെ സീക്രട്ട് ഏജന്റ് ഉണ്ട്. സീക്രട്ട് ഏജന്റ് നിവർത്തിയുടെ വേറെന്തോ നിവർത്തിയാണ്, അല്ലാതെ ഇവർക്കുള്ള നിവർത്തികളല്ല, ചേട്ടാന്നൊക്കെ വിളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ കുറച്ചാളെ കണ്ട് അവിടെ പോയിരുന്ന കമ്പനി അടിച്ചതിന്റെ ഒരു വിഷമം. ബാക്കി ഈ പറഞ്ഞവരൊക്കെ എന്താ പറയാ കാശ് എല്ലാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാ, എന്തെങ്കിലും സഹായമൊക്കെ പ്രതീക്ഷിച്ച് ഒരുത്തിന് ഫുഡ്, വേറൊരു റീച്ച്, വേറൊരു കാശ്, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ വേറെ മാന്യമായ ഒരു മനുഷ്യനും കമ്പനി കൊടുക്കാനില്ലാത്ത ഒരു തരം താന്ന ഒരു ആർക്കും വേണ്ടാത്ത ബിഗ് സൈസ് വേസ്റ്റിനെ ഇപ്പൊ വന്നേക്കുക ഈ പറഞ്ഞ പണിയും കൊണ്ട്. ഇതിനിടയ്ക്ക് അവൻ ഗോപി സുന്ദരനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഗോപി സുന്ദരനൊന്നും തിരിച്ച് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. അയ്യോ എന്തോ ഒരു വട്ടൻ അതുവഴി പറഞ്ഞു പോയാൽ ആരും മൈൻഡ് ചെയ്യേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഈ അമൃത എനിക്ക് തോന്നുന്നു ഈ കുട്ടിയുടെ പേരിലുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞപ്പോൾ ഒന്നും അത്ര ചെയ്യത്തുള്ളായിരിക്കും, പിന്നെ ഒരു കേസ് കൊടുക്കുമെന്ന് തോന്നുന്നു. അതോട് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ കച്ചറയെ. അവർക്ക് ഇങ്ങനെ ഈ കച്ചറ പറയുന്നിടത്ത് ഇടപെടേണ്ട ഒരു ആവശ്യം അവർക്കില്ല. കാരണം അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവരാണ്. ഗോപി സുന്ദരം അങ്ങനെ തന്നെയാണ്. കരിയർ വൈസ് ആണെങ്കിലും നല്ലപോലെ മുന്നോട്ട് പോകുന്നു. വളരെ ഡീസന്റ് മനുഷ്യനാണ് കേട്ടോ. ഈ പറയുന്ന പോലെ ഇവനൊന്നും പറയുന്ന പോലെ അല്ല, വളരെ മാന്യനാണ്. എല്ലാവരും നല്ല രീതിയിൽ ഇടപെടുന്നതാണ്. ഗോപി സുന്ദരം നേരിട്ട് അറിയാവുന്നവർക്ക് എല്ലാം അറിയാം. എനിക്ക് നേരിട്ട് അറിയത്തില്ല, പക്ഷെ അയാളെ നേരിട്ട് പരിചയമുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. എൻ്റെ കുറേ ഫ്രണ്ട്സുമായിട്ടൊക്കെ നല്ല ഈ സിനിമ ഫീൽഡിലുള്ള ഇപ്പൊ മ്യൂസിക് ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ അടുത്ത് പോയിട്ടുള്ള, അയാളോട്ട് ഇടപെട്ടിട്ടുള്ള എല്ലാ മനുഷ്യരും പറയുന്നത് നല്ല ഡീസന്റ് ആയിട്ട് ഇടപെടുന്ന ഒരു മാന്യനായ ഒരു മനുഷ്യൻ. പിന്നെ ഓക്കെ ഇനിയിപ്പോൾ പറയുമായിരിക്കും അയാൾക്ക് ഗേൾ ഫ്രണ്ട്സ് അങ്ങനെയാ, ഇവൻ ഭയങ്കര ഫ്രോഡാന്നൊക്കെ പറയത്തില്ലേ. അതൊരു കുറവായിട്ടല്ല തോന്നുന്നത്. ഇപ്പൊ ഈ ബിഗ് സൈസ് വേസ്റ്റ് കൂമ്പാരവും അത്ര ബിഗ് സൈസ് അല്ലാത്ത വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള എന്റർടൈനിങ് ആയിട്ടുള്ള കുറച്ചുകൂടി മാന്യതയുള്ള ഏതൊരു ആണിനെ ആണെങ്കിലും പെണ്ണിനെ ആണെങ്കിലും എന്താണെങ്കിലും അവർക്ക് റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടായെന്ന് വരും. അതിന് കഴിവാണോ എക്സ്ട്രാ എന്തോ വലിയ ബോൺ ഉള്ളത് കൊണ്ടാണോ അതോ ഇനി മറ്റേ മറിവുള്ളത് കൊണ്ടാണോ, അങ്ങനൊന്നും അല്ലത്. അത് ക്വാളിറ്റി ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കും. ആ ക്വാളിറ്റി ഉള്ള മനുഷ്യന്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ ബ്രേക്കപ്പുകൾ ഉണ്ടാവും ഇവർക്കൊക്കെ. അവിടെ ഇത്തിരി കച്ചറയൊന്നും ഉണ്ടാകുന്നില്ല, ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പുണ്ടാക്കുന്നില്ല. അതാണ് ആ റിലേഷൻഷിപ്പിന്റെ ഒക്കെ ഒരു ഗുണം. അത് അങ്ങോട്ടും ഉണ്ടാക്കത്തില്ല ഇങ്ങോട്ടും ഉണ്ടാക്കത്തില്ല. ഇവനൊക്കെ എവിടെ പോയി ഇടപെട്ടാലും എവിടെ ചെന്നിറങ്ങിയാലും കച്ചറ മാത്രമുള്ളവൻ എന്ന് പറയുമ്പോൾ ആ ബിഗ് സൈസ് സെപ്റ്റി ടാങ്കിനെ പറ്റി ഒന്ന് ആലോചിക്കും. വലിയ സെപ്റ്റി ടാങ്ക് ഉണ്ടെന്ന് അത്രേ ഉള്ളൂ. അതൊരു കഴിവൊന്നും അല്ല, അതൊരാളുടെ ബിഹേവിയറുള്ള ക്വാളിറ്റീസ് ആണ്. ഈ പറഞ്ഞ ഗോപി സുന്ദറിനൊക്കെ ഒരു മാന്യമായിട്ട് തന്നെ ജീവിച്ച് പോകുന്നത് അവർക്ക്. പിന്നെ ചിലപ്പോൾ ഈ പറഞ്ഞാൽ ഈ ഒരു തരം ലൈഫ് സ്റ്റൈലുള്ള ഏതൊരാൾക്കും നേരിടാൻ സാധ്യതയുള്ള ടൈപ്പ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ഇരിക്കാം.
അല്ലേ? എല്ലായിടത്തും ഒരുപോലെ ഒന്നും ഭയങ്കര എപ്പോഴും ഒരുപോലെ ഇരിക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും 100-ൽ ഒരെണ്ണം പാളിയാലേ ഉള്ളൂ. ഇവിടെ 100-ൽ ആകെ 2-3 ഉള്ള 3 പാളിച്ചയാ. അത്രയ്ക്കും കഴിവെട്ടവൻ അല്ലെങ്കിൽ അത്രയ്ക്കും കഴിവില്ലാത്തവൻ, കഴിവില്ലായ്മയുടെ വലിയ സൈസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഇവനൊക്കെ ഇതൊക്കെ കുത്തിത്തിരിപ്പ് പറഞ്ഞ് നടക്കുന്നില്ലേ ഉള്ളൂ ഇപ്പോഴും. ആദ്യത്തെ ഭാര്യ എത്രാമത്തെ കല്യാണമോ, ബാല എത്ര കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് ആർക്കും അറിയോ? അപ്പോ എനിക്കറിയത്തില്ല ബാലയുടെ ആദ്യത്തെ ഭാര്യ ആരാ, രണ്ടാമത്തെ ഭാര്യ ആരാ, മൂന്നാമത്തെ ഏതാണെന്ന് എനിക്കറിയത്തില്ല. ബാലയാൽ ഈ എന്താ പറയുക മുന്നേ കല്യാണം കഴിച്ചിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയത്തില്ല കൃത്യമായിട്ട്, കാണുമായിരിക്കും. ആരോ പറഞ്ഞു അമൃതയ്ക്ക് മുമ്പേ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് തമിഴ്നാട്ടിൽ അവിടെ നിന്ന് തല്ലിക്കൊല്ലുമെന്നോ ഓടിച്ചിട്ട് വിട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓടി രക്ഷപ്പെട്ട് കേരളത്തിൽ വന്നിട്ടാണ് ഈ പണിയെ കാണിക്കുന്നത്. ഈ എലിസബത്ത് പറഞ്ഞ ആ പുള്ളിക്കാരി എന്തെങ്കിലും ഒരിക്കലും മനസ്സ് തുറന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗിൽറ്റി ഫീൽ എപ്പോഴും വരും. അത് എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനത്തെ ഒരുത്തനെ എന്തിന് മനസ്സിലായി, ഇതുപോലത്തെ ഒരു നശിച്ച അല്ലെങ്കിൽ തീരെ കൊള്ളാത്ത ഇത്ര വൃത്തികെട്ട സ്വഭാവമുള്ള ഇത്ര മോശപ്പെട്ട ക്യാരക്ടർ വെറുതെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഡിവോഴ്സ് ആയി പോയി അവരെ ഉപദ്രവിക്കുന്ന ഒരുത്തിന് വേണ്ടി എന്തിന് സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അയാളെ എന്തിന് എക്സ്പോസ് ചെയ്യാതിരിക്കണമെന്ന് തോന്നിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അങ്ങനെ ഒരു തോന്നൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കൊള്ളാവുന്ന ഒരു മനുഷ്യനാണ് തോന്നും. അന്ന് ചിലപ്പോൾ അവരും പ്രതികരിക്കും, നീ ഇത് പിന്നെ പറയുന്നൊക്കെ കള്ളമാണെന്ന് പറയും. അതുവരെ ഉള്ളൂ ഇതൊക്കെ. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്ന് അത് അവിടെ എത്തും. അത് അല്ല ഞാൻ ഈ പറയുന്നതല്ല നിങ്ങളെന്ത് വിചാരിച്ചു ചുമ്മാ അത് പറയുകയല്ല. ഇതൊക്കെ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന, എല്ലാം ചിന്തിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എടുത്തപ്പോൾ ഇത്രയും പണി കാണിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇത് തന്നെ അങ്ങോട്ട് കാണിക്കാൻ അറിയി കഴിഞ്ഞാൽ ചിലപ്പോൾ മുന്നേ പോയിരുന്ന് പ്രതികരിക്കും. അപ്പോഴേ അറിയത്തുള്ളൂ ഇതിനകത്തൊക്കെ നടന്ന എന്താണ്. പിന്നെ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഈ മനുഷ്യനെ പറ്റിയുള്ള ഇവന്റെ കള്ളത്തരങ്ങൾ പറച്ചില്ല. ഗോപി സുന്ദർ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഇവനാണ് ഫ്രോഡ്. കള്ളത്തരങ്ങൾ പറഞ്ഞ് തീരെ നിവൃത്തിയില്ലാത്ത ആറാട്ടണ്ണനെ പോലത്തെ ആൾക്കാരെ പിടിച്ചു നിർത്തി മാനസിക രോഗി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ വരെ ഇട്ട നെറികെട്ടവൻ, അല്ലെങ്കിൽ അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്ത ഒരു 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 വൃത്തികെട്ട മനുഷ്യൻ. അതൊക്കെയാണ് ഒരുത്തിന്റെ ക്വാളിറ്റി. നമ്മൾ കാണുന്നതല്ലേ. ഇവനൊക്കെ എന്തൊരു നിവൃത്തികെട്ടവനാണെന്നാണ്, ബിഗ് സൈസ് നിവൃത്തികേട്. ഇതൊക്കെയാണ് ഞാൻ കണ്ടത്. ആ സീനി മൊത്തം കള്ളത്തരം പറഞ്ഞു നടക്കുക, എന്തൊക്കെയോ കാണിക്കുന്നു. ഭയങ്കര നശിച്ച ഒരു ഇടപാട്. അതിനിയും വേറെ എവിടെയെങ്കിലും അവതരിപ്പിച്ചാലും ഇനി എന്ത് ചെയ്താലും അതുകൊണ്ട് ബാലയുടെ പരിപാടി തീരുക. ലാസ്റ്റ് അല്ല എന്നത്. ഇനി ഒരിക്കലും ഇങ്ങനത്തെ പരിപാടി അവതരിപ്പിക്കാൻ പറ്റില്ല ഒരിടത്തും. അത് കഴിഞ്ഞ പിന്നെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ജയിലിലൊക്കെ പോയി ആലുവയിലും കാണാൻ സബ് ജയിലിൽ പോയി കിടന്ന് കാണിച്ചെന്നും പറഞ്ഞുകൊണ്ടൊന്നും കേസ് വരുമ്പോൾ പോലീസുകാർ പിടിച്ച് അകത്തെടുത്തേ ഉള്ളൂ. അല്ലാതെ അവരന്ന് വന്ന് ബാലയാണ്ട് കാണിച്ചുകൊണ്ടൊന്നും അങ്ങനെയൊക്കെ ഇവന്റെ വിചാരം. പക്ഷെ നടക്കത്തില്ല. എന്തെങ്കിലും പ്രശ്നം ഇനി അടുത്തുണ്ടായി അകത്ത് 100% ആളകത്ത് പോകും. അതാണ് പുള്ളിയുടെ ഒരു സൈഡ്. ഇതിപ്പോ ഇവനോട് താല്പര്യമുള്ള ഇവൻ വല്ല പൈസ കൊടുക്കുമ്പോൾ അത് തിരിച്ചു കാണിക്കുന്ന ഏതെങ്കിലും പോലീസുകാരുണ്ടെന്ന് തന്നെ വിചാരിച്ചു. അവരുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമായിരിക്കത്തില്ല. ഇവനെ ഓരോന്നുണ്ടാക്കി കൂട്ടിക്കഴിഞ്ഞാൽ അവർ തന്നെ കൈമലർത്തും, അല്ലെ കൈവിടും. അവർ ശ്രദ്ധിക്കത്തില്ല ഇവനെ എങ്ങനെ താങ്ങും. എന്തെങ്കിലും സിമ്പിൾ ഉണ്ടായി തന്നെ വിചാരിക്കുക, അതുപോലെ ഇല്ലാണ്ടായി പോകും. കാരണം അത്രയും നമ്പർ ഓഫ് കേസസ് അല്ലെ നമ്പർ ഓഫ് ആവശ്യമില്ലാത്ത പരിപാടീസ് ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ആരാണേലും കൈവിടിയത്തേ ഉള്ളൂ. അതിന് ഏറ്റവും അവസാനത്തെ സ്റ്റേജാണിത്. ആർക്കും വേണ്ടാതായിട്ട് തന്നെ കുറെ കൊല്ലമായി. ബന്ധുക്കൾക്കും വീട്ടുകാർക്കും പഴയ സുഹൃത്തുക്കളും അടുപ്പിക്കാതായിട്ട് തന്നെ ഏകദേശം കുറച്ച്. എനിക്ക് ഞാൻ കാണുമ്പോൾ തൊട്ട് ഈ ഒരു വീടിനകത്ത് കുത്തിയിരിക്കുക. വയ്യാത്തോണ്ടാണ് ഇരുന്നത്. പക്ഷെ വയ്യാതിരിക്കുന്ന ഒരാളെ കാണാൻ വരുന്നവർ അതിലും വയ്യാത്തവർ. അവർ ഈ വയ്യാത്തവന്റെ ഇന്ന് കാശ് മേടിക്കാൻ വരുന്നത്. അല്ലാതെ അങ്ങോട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തോ ഇല്ലെന്നുള്ളത് ഇവന്റെ ഓരോ സമയത്ത് ഇവന്റെ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരെ കണ്ടാൽ അറിയാം. ഇവന്റെ കയ്യിൽ കാശ് പിടിക്കാൻ നിൽക്കുന്ന ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. അവരെല്ലാം അത്രേ ഉള്ളൂ. പിന്നെ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ഒരുപാട് പേരെ വീഡിയോകളൊക്കെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ഇങ്ങനത്തെ ചീപ്പ് തേർഡ് റേറ്റ് പരിപാടി കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? അതല്ലാതെ വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവൻ ഈ കാണിക്കുന്ന നന്മയുള്ള ആളാണെങ്കിൽ, അല്ലെ അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ആളാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? അപ്പൊ ഈ അടുത്ത് നിന്ന് അത്രയും പേർക്കും അയാളെ പറ്റിയുള്ള മോശമായ ധാരണകൾ എന്തൊക്കെയായിരിക്കും? എന്തുകൊണ്ടായിരിക്കും അവരൊക്കെ വെറുത്തത്? അയാൾക്കൊരിക്കലും മനസ്സിലാക്കാനുള്ള ബുദ്ധിബോധമൊന്നുമില്ല. അത് ശരിക്കും പറഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ട് എവിടെയോ. അത് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞാൽ ആലോചിക്കേ. നിങ്ങളൊന്ന് ആലോചിക്കേ, ചിന്തിച്ചു നോക്കുക. ഒരുപാട് പൈസ ഉണ്ടെന്നാണ് പറയുന്നത്, ഭയങ്കര സംഭവമാണെന്നാണ് പറയുന്നത്, ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. പക്ഷേ അടുത്ത് നിന്നവരൊക്കെ ഓടി. അവസാനം ഉണ്ടായിരുന്ന ഗോൾഡ് വരെ പോയി. ഗോൾഡ് അല്ല ഇപ്പൊ മുക്കുകൊണ്ടാണെന്ന് അടുത്ത പ്രാവശ്യം പറയും. അത് വേറെ കാര്യം. അവർക്ക് ജീവനം കൊണ്ട് ഓടുവന്നേ. അന്തസ്സുള്ള അഭിമാനമുള്ള ഒരാൾക്കും ഇങ്ങനെയുള്ള ആരായാലും, അത് ബാലെന്നെടുത്ത് ഞാൻ പറയത്തില്ല, ഏതൊരുത്തൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ നിൽക്കും. അവന്റെ പൈസ ഉണ്ടെങ്കിൽ കാശ് കൂടി ഇല്ലാണ്ടായാൽ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കത്തില്ല. പട്ടി തിരിഞ്ഞു നോക്കുമായിരിക്കും. പട്ടി ഒരു നല്ല ജീവി ആയതുകൊണ്ട് അവന്റെ വീട്ടിൽ ബീകളൊക്കെ ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ നന്ദി കാണിക്കാം. അതിനെ ഉപദ്രവിക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. ഏതോ ഒരു പട്ടിയുടെ വായിക്കകത്ത് കയറ്റി കൈവച്ച് കടി മേടിച്ച സീനൊക്കെ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പട്ടി കടിച്ചെന്ന് എനിക്കറിയത്തില്ല. എന്താണേലും അത്രയ്ക്കും അധപ്പതിച്ചു പോയാ, ആർക്കും വേണ്ടാതായി പോവുക എന്ന് പറഞ്ഞ അവസ്ഥ തിരിച്ചറിയാൻ പറ്റാതെ പിന്നെയും ആകെ വിളിച്ച് ഫുഡ് കൊടുക്കുമ്പോൾ ഇങ്ങനെ നക്കി തിന്നാൻ വരുന്ന മീഡിയക്കാരും മാത്രമേ ചുറ്റുമുള്ളൂ
എന്നൊക്കെ തിരിച്ചറിയുമ്പോൾ ഉള്ള ദുഃഖം കൊണ്ടാണോ എന്നറിയത്തില്ല ഈ ആവശ്യമില്ലാത്ത പണി തന്നെ കാണിക്കുന്നത് ഇവൻ, അല്ലേ? നമ്മളൊക്കെ നാട്ടിൽ നിന്ന് മാറി എന്നിട്ട് ഇങ്ങോട്ട് വരുമോ? പിന്നെ എന്തൊക്കെയോ എനിക്കറിയത്തില്ല. എനിക്ക് എല്ലാവരും പറയത്തില്ല എന്താ നിനക്കെന്താ ഇങ്ങനെ, നീ ഇത്ര ആൾക്കാർ ഓൺലൈനിൽ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ മൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ചുറ്റുപാട് നിൽക്കുന്ന ആർക്കും ഒരു ബുദ്ധിമുട്ട് എന്നെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ആരും ഒന്നും തള്ളി പറയുന്നുമില്ല. എല്ലാ ഫ്രണ്ട്സും പഴയതുപോലെ തന്നെ, ബന്ധുക്കളും പഴയതുപോലെ തന്നെ. അങ്ങനെ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാവർക്കും അതേ സ്നേഹവും അതേ റെസ്പെക്റ്റും അതേ സ്വഭാവത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പിന്നെ ഓൺലൈനിൽ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ എനിക്കില്ല. എന്നെ ചുറ്റിപ്പറ്റിയോ അല്ല എന്റെ ചുറ്റുപാടുമുള്ള ഒരു സാധനം അതിനകത്തൊരു കാക്കയോ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയണ്ടേ അട്ടയോ പാമ്പോ പശുവോ അല്ലെങ്കിൽ ബാക്ടീരിയോ ഫംഗലോ എന്തും ആയിക്കോട്ടെ, ഇതിനൊക്കെ ഒന്നും ഒരു മാറ്റമില്ലെന്ന് എന്നെ ആരും അങ്ങനെ കണ്ടില്ല. അല്ലല്ലോ ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഇന്നലെ വരെ കണ്ടുവരുന്ന പട്ടിങ്ങ എന്ന് വെച്ചില്ല. ഞാൻ ഈ വീഡിയോ പറയുന്നത് കൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. ഞാൻ അത്രയും പേരെ സഹായിച്ചു, ഞാൻ തന്നെ ഇന്ന് സഹായിക്കാൻ പോകുന്നു. എപ്പോഴും വീഡിയോ ഇട്ടിട്ട് പോലും നമുക്കൊന്നും കിട്ടുന്ന ഈ സാധനം ഇവന് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഉള്ള ഒരു വിഷമം, അതൊരു വിഷമമാ. അതങ്ങനെ ഉണ്ടാകുന്ന അല്ലെന്ന് ഈ ഇത്തിരി ക്യാരക്ടർ ഉള്ളവർക്ക് മനസ്സിലാകത്തില്ല. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടാവും. അവർ വലിയ ആൾക്കാരാണെന്ന് അവർ വിചാരിക്കും, അല്ലല്ല അവർക്കെല്ലാം ചെയ്യാൻ പറ്റും, അവരങ്ങ് ഭയങ്കര സംഭവം, അവനെപ്പറ്റി അവന് തന്നെ ഭയങ്കര ധാരണയായിരിക്കും ഈ പറഞ്ഞ രോഗാവസ്ഥ ഉള്ളവർക്ക്. പിന്നെ ഇപ്പൊ സ്കീസോഫ്രീനിയ ആണെങ്കിൽ അവർക്ക് എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രോഗാവസ്ഥകളുള്ള ആളുകൾ അവരെ പറ്റി ഹൈപ്പിൽ വിചാരിക്കും. പക്ഷെ നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും വേണ്ടെന്ന് എല്ലാവരും നൈസായിട്ട് ഒഴിവാക്കുന്നു. അത് രോഗാവസ്ഥ ഉള്ളവര് അവരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയാലും ഒരു പരിധി വരെയൊക്കെ അങ്ങനെയുള്ളവരൊക്കെ മാന്യമായിട്ട് ജീവിച്ച് പോകാറുണ്ട്. മാന്യമായിട്ടെന്നല്ല പറയുന്നത്, വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിച്ച് പോകാറുണ്ട്. ഇവന് പക്ഷേ എന്താ പറ്റുന്നത് വെച്ചാൽ ഇവൻ ഇപ്പോഴും കിടന്ന് മെഴുകുക. ഓരോ പ്രാവശ്യം മെഴുകുമ്പോഴും ഒരു 5 നന്മ അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടും, ഇനി ആരുടെയും നെഞ്ചത്ത് കയറാം. അതാ ഉണ്ടാകുന്നത്. നേരെ തിരിച്ച് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഉദ്ദേശം ശരിക്കും ഇതൊന്നും അല്ല. എപ്പോഴും ഇതുപോലെ കച്ചറ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ ജീവിക്കുക എന്നുള്ളത് മാത്രമേ പറ്റുന്നുള്ളൂ. അല്ലാതെ കരിയറിലാണേലും ഫെയിലിയറാണ്, ഫാമിലിയിൽ ഫെയിലിയറാണ്, റിലേഷൻഷിപ്സിലൊക്കെ ഫെയിലിയറാണ്. ഇനി ഫിനാൻഷ്യലിയും കൂടെ ആൾ പോകും. അടുത്ത് തന്നെ ഒരുപാട് പൈസ നഷ്ടം വരാൻ പോകുന്നുണ്ട്. ഞാൻ എഴുതി വെച്ച് തരാം. പാല 2024 കഴിയുമ്പോൾ ഒരുപാട് കാശ് കളയും, ഒത്തിരി പൈസ നഷ്ടം ഉണ്ടാക്കും. എങ്ങനെ ഉണ്ടായ പൈസയാണെങ്കിലും കൊള്ളാം, എവിടെ നിന്ന് കൊണ്ടുവന്നിട്ടാണെങ്കിലും ഇനി ഫിനാൻഷ്യൽ ഫ്രോഡ് പോലത്തെ കേസുകളിലും പെടും. അതിനുള്ള സാധ്യതകളുണ്ട്. കാരണം പുള്ളി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പലതിനകത്തും ആ പ്രശ്നങ്ങളുണ്ട്. പിന്നെ പറ്റാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ ഈ കണ്ട എലിസബത്ത് ഇവരൊക്കെ ഭയങ്കര ഡീസന്റ് ആൾക്കാരാണ് കേട്ടോ. അവിടത്തേക്ക് ഒരു തരത്തിൽ ഉപദ്രവിച്ചിട്ടില്ല ഇയാളെ. അങ്ങനെ ഉപദ്രവിക്കുന്ന ഏതെങ്കിലും പെണ്ണാണെങ്കിലല്ലോ ബാല ഇന്ന് അകത്ത് കിടന്നേ. ഇവരൊക്കെ ഡീസന്റ് ആയിട്ടുള്ള മനുഷ്യരായതുകൊണ്ട് മാത്രം. ഈ ജിമിട്ട് പെണ്ണുങ്ങളുണ്ട്, മനസ്സിലായോ? ഭയങ്കര മുട്ട സാധനങ്ങളുണ്ട്. പാണിയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാണല്ലോ അവളന്മാരുടെ അടുത്തൊക്കെ പോയി പെടണം. അങ്ങനത്തെ പെണ്ണുങ്ങൾ അറിയാമല്ലോ എല്ലാവർക്കും. അതുപോലത്തെ ആരെങ്കിലും അറിഞ്ഞാൽ ഇന്ന് ബാല ഇങ്ങനെ സംസാരിക്കാമെന്ന് കാണത്തില്ല. ഇനി അത് സംഭവിക്കും. കാരണം അങ്ങനെയുള്ളവരുടെ അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ളവര് എന്താ പറയാ അടുത്തുകൂടാനുള്ള സാധ്യതകളുണ്ട്. കാരണം കേരളത്തിൽ നിന്നല്ല എവിടെയൊക്കെ ബാലയുടെ വീഡിയോ കണ്ടിട്ടുണ്ടോ, ബാല ചെയ്ത കാര്യങ്ങൾ അറിയാവോ, അവർക്കെല്ലാം അറിയാം നല്ല പൊട്ടന. ഇനി ഇവൻ്റെ എത്ര രൂപ ഉണ്ടെന്നോട് അറിഞ്ഞാൽ മതി, അതിപ്പോൾ എടുത്തോണ്ട് പോകുമായിരിക്കും. അത് പോകുന്ന എങ്ങനെ ആയിരിക്കും ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരുടെ ആ തട്ടിപ്പുകാരുടെ രീതി ഇതുവരെ കുറച്ച് പേരൊക്കെ ചെറിയ പറ്റിക്കലൊക്കെ നമുക്ക് പറ്റിക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ അതല്ല സീൻ. നല്ല കൂടിയ സാധനം വരും, നല്ല പണി കിട്ടും. എനിക്ക് കണ്ടിട്ടാണ് തോന്നുന്നത്. അന്ന് ഞാൻ ഇതുപോലെ എലിസബത്തിന്റെ കേസിൽ പറഞ്ഞപ്പോ എന്നെ തല്ലാനും ഏതൊക്കെ ഇറങ്ങി തിരിച്ചിട്ട് മേടിച്ചു കൂട്ടിയിരിക്കുന്നവന് ഇപ്പൊ ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞാൻ ആദ്യമൊക്കെ ബാലെ സപ്പോർട്ട് ചെയ്യുവാന്ന്. ഈ ഉണ്ണിമൂന്നിന്റെ കേസ് വന്നപ്പോ ഞാൻ വിചാരിച്ചു പാവാ പൊട്ടനായിരിക്കും എന്ന് വിചാരിച്ച്. മനസ്സിലായോ? അപ്പൊ പൊട്ടനെ പറ്റിക്കുന്ന ശരിയല്ലോ. പൊട്ടനെ ചെട്ടിയ ദൈവം ചതിക്കുന്നൊക്കെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഉണ്ണിമൂന്നിനെ സംശയിച്ചതേ. കാരണം ഉണ്ണിമൂന്നൻ ചുമ്മാ ആവശ്യമില്ലാതെ അയ്യപ്പനാന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന തരം പരിപാടി അവതരിപ്പിക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ളവരൊക്കെ ഈ ഇച്ചിരി ഭക്തി കൂടുതൽ കാണിക്കുമ്പോൾ ഒരു കള്ളത്തരം പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഉണ്ണിമൂന്നൻ ആ കേസിൽ നിരപരാധി എന്ന് മാത്രമല്ല, ഇവൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഉണ്ണിമൂന്നനെ. ഇവൻ ഭയങ്കര ഉടായ്പൊക്കെ കാണിച്ച ആളെ മെനക്കെടുത്തിയിട്ടുണ്ട്. അവരൊക്കെ ഇവനെ വെറുതെ വിട്ടതാന്ന് തോന്നുന്നു. ഉണ്ണിമൂന്നൻ എടുത്തിട്ട് 2 ഇടി ഇടിച്ച ഇവൻ ചത്തു പോകുന്നോണ്ടാണ് ഉണ്ണിമൂന്നൻ അവൻ അടിക്കാതെ. അല്ലാതെ ഉണ്ണിമൂന്നൻ ആ സമയത്ത് നേരിട്ട മിക്ക പരിപാടിക്കകത്തും നിരപരാധിയാണ്. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ ഉണ്ണിമൂന്നൊരു പോസ്റ്റ് ഇടുന്നതൊക്കെ മറ്റേ അയ്യപ്പനാന്ന് പറഞ്ഞതിനൊക്കെ കളിയാക്കുന്ന പോസ്റ്റൊക്കെ ഉള്ളൂ. അല്ലാതെ എനിക്ക് വേറെ പിന്നെ ഈ ബാലെ പോലെ ഒരാളെ പറ്റിച്ച മോശമായി പോയെന്ന് തോന്നിയപ്പോൾ ഇട്ട പോസ്റ്റ് കംപ്ലീറ്റ്ലി തെറ്റിപ്പോയി. മനസ്സിലായോ? അന്നൊക്കെ എല്ലാവരും പറ്റിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവൻ ആദ്യമായിട്ട് വന്നിറങ്ങുമ്പോൾ ഇത്രയല്ലേ നമ്മൾ കണ്ടുള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ എങ്ങനെയുണ്ട്? ഇന്നാണ് അവൻ ഉണ്ണിമൂന്നിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നതെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഈ തീരെ ബുദ്ധിയും വിവരം ഇല്ലാത്തവരുണ്ട് കേട്ടോ. ഇപ്പോഴും ബാല കാണിക്കുമ്പോൾ അയ്യോ അവൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല, അവൾ എന്തൊരു പെണ്ണ, അവൾ അഹങ്കാരിയാ. എടോ അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാ.
ഓരോ ദിവസവും പരിപാടികളും മറ്റു കാര്യങ്ങളും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരായിട്ട് ഒരു കഫേ നടത്തുന്നുണ്ടാവാനുള്ള സിസ്റ്റർ നല്ല രീതിയിൽ ജീവിക്കുന്ന അവരായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവർ, അല്ലാതെ പാരമ്പര്യ സ്വത്ത് എടുത്തിട്ട് അപ്പന്റെ അമ്മയുടെ സ്വത്ത് മുടിക്കുമല്ല ചെയ്യുന്നവര്. എന്തോരം വ്യത്യാസം, എന്ത് ക്വാളിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. അവർക്ക് പറ്റിയ ഒരേ ഒരു തെറ്റെന്ന് പറയുന്നത് ഈ നശിച്ചവന്റെ കൂടെ കൂടിയെന്നുള്ളതാണ്. എന്നിട്ട് അടിച്ചിറക്കുന്ന അവർക്ക് ഏതാണ്ട് ഇവനില്ലാന്നേൽ അവളൊന്നും ആകത്തില്ല. അവർക്ക് കഴിവുള്ള വേണ്ട, അവള് പാട്ട് പാടി ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കഴിവുള്ളത് കൊണ്ട്, കഴിവുള്ള വേറെ ആൾ തന്നെ കോപ്പി സുന്ദർ എന്നൊക്കെ പറഞ്ഞ് അടിച്ചിറക്കിയാലും കോപ്പി അടിക്കാനും വേണം. ചുമ്മാ അങ്ങ് അളഞ്ഞ കോപ്പി അടിയൊന്നും അല്ല. പിന്നെ ചിലപ്പോൾ ഇടയ്ക്ക് ഓരോ ശരി അതും നടക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ക്വാളിറ്റി എന്ന് പറയുന്നത് വേറെ ഉണ്ട്. അത് ആളുകൾ നേരിട്ട് കാണുമ്പോഴും ഇടപെടുമ്പോഴും ഉണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ എന്റെ അടുത്ത് ഇടപെട്ട് വെക്കുന്ന ആർക്ക് ഇന്നേ വരെ ഒരു കുറ്റവും പറയാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഞാൻ അത്ര ക്ലീനും ഭയങ്കര നീറ്റും മറ്റേ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന പോലത്തെ ആളല്ല. അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പറഞ്ഞ ആളെ പലർക്കും ഇഷ്ടപ്പെടാത്ത ടൈപ്പ് കയ്യിലിരിപ്പൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഏതൊരു മനുഷ്യനോട് ഡീൽ ചെയ്യുമ്പോഴും ഞാൻ ഒരിക്കലും അവരെ ചതിക്കാനോ അല്ലെങ്കിൽ പറ്റിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ തരികട ഉണ്ടാക്കാനോ യൂട്ടിലൈസ് ചെയ്യാനോ ഒന്നും നടക്കുന്നില്ല. അത്രയും ചെയ്താൽ മതി. അതിവിടുത്തെ ഒരു, ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു പട്ടിക്കുഞ്ഞിനെ കിട്ടിയാൽ അതിനെ പോയി യൂട്ടിലൈസ് ചെയ്യാനല്ല നോക്കുന്നത്. അതിനെ ഒരു വീട്ടിലെത്തിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞാൽ, അല്ലാതെ അതിനകത്തൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ല. ബെനിഫിറ്റ് നോക്കിയല്ല പലതും നമ്മളൊന്നും ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ, അതിൻ്റെ ഒരു ഗുണമൊക്കെ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ പാരമ്പര്യ സ്വത്തെടുത്ത് വെച്ചിട്ട് ദൂർത്ത് കളിക്കുന്ന, ജോലിയൊക്കെ എടുത്താണ് ഇത്ര നാളും ജീവിച്ചതെന്നേ. 18 കൊല്ലത്തോളം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, നല്ല കിടലിനായിട്ട്. വലിയ ജോലിക്കാരനല്ല, എന്നാലും ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെയാണ് പലയിടത്തും നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് അമൃത സുരേഷ് ജോലി ചെയ്യുന്നുണ്ട് മനസ്സിലാവും. അങ്ങനെയുള്ള എല്ലാവർക്കും മനസ്സിലാവും, ഇല്ലേ? നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരല്ലേ. അല്ലാതെ ഇങ്ങനെ ദൂർത്ത് അടിച്ച് വല്ല അപ്പനുണ്ടാക്കിയ കാശ് മുടിച്ചു നടക്കുന്ന തലതെറിച്ച വിവരം കെട്ട ഇതുപോലത്തെ അഭ്യാസം ഉള്ളവന്മാർക്ക് മനസ്സിലാകത്തില്ലെന്നേ ഉള്ളൂ. അല്ലാത്ത ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇയാൾ എന്താണ്, ഇയാൾ എന്തൊക്കെ ചെയ്തിട്ടായിരിക്കും, ഇയാളൊക്കെ വ്യക്തമല്ലേ, വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരു പണി എടുക്കാതെ അങ്ങോട്ട് കാശ് കൊടുത്തെങ്ങാനായിരിക്കും അഭിനയിച്ചേക്കുന്നത്. കാരണം വീട്ടിൽ ഇത്രയും പൈസ ഉണ്ടാകുന്ന സമയത്തെ ഇവൻ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് വല്ലതും അവര് പൈസ കൊടുക്കുമായിരിക്കും. അവസാനം നശിച്ച് നാറാണക്കല്ല് എടുക്കുന്ന പോലത്തെ പരുവത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ചതാ. കാരണം കയ്യിലിരിപ്പ് അത്രയ്ക്ക് മോശം. ഇപ്പൊ ഒരു അമൃത മാത്രമല്ല, എലിസബത്ത് സംസാരിച്ച വിവരം അറിയും. എലിസബത്ത് എങ്ങാനും ഇത് കേട്ട് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു റിഗ്രറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പലരെ ഉപദ്രവിക്കുന്ന കാണുമ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ട്, ആ മനുഷ്യൻ നല്ലൊരു സ്ത്രീ ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ലതെന്നല്ല പറയണ്ടേ, അത്യാവശ്യം അങ്ങനത്തെ ഒരു ബോധം വരാൻ സാധ്യതയുണ്ട് എതിരാക്കും. അങ്ങനെയൊന്നും അവർ ഉറപ്പായിട്ടും പറയും. അതുകൊണ്ട് ബാല ഇതുകൊണ്ട് തീർന്നു അല്ലേ അതുകൊണ്ട് തീർന്നു വിചാരിക്കുകയാണ്. മര്യാദയ്ക്ക് അവർ ഗോൾഡാന്നൊക്കെ പറഞ്ഞിരുന്ന ഇവന് കൊള്ളാം. അല്ലാതെ ഇവൻ കാണിച്ചു വിട്ട് വല്ല നമ്പർ എടുക്കാൻ നോക്കിയാൽ അവിടെയും തീരും, നല്ല സമയം കിട്ടും. പിന്നെ അവരുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കെല്ലാം അറിയാമല്ലോ. ഇത് ഒരാൾക്ക് മാത്രം അറിയാവുന്ന കാര്യമൊന്നും ബാല വിചാരിക്കരുത്. അല്ലേ ഈ കണ്ടിരിക്കുന്നവരെ പൊട്ട് കളിപ്പിക്കാൻ നിനക്ക് കുറെ വിവരം കെട്ടവർ ഫോളോവേഴ്സ് ഒക്കെ ആയിട്ട് വന്ന് കയറി ബാലസാർ ബാലച്ചേട്ടാ എന്നൊക്കെ വിളിക്കുന്ന കണ്ടുകൊണ്ട് ഞെട്ടൊന്നും വേണ്ട. അത് നിങ്ങൾ പെട്ടെന്ന് പോകുന്ന വെട്ടുകളികളാണ്. അവരല്ല നമുക്ക് ജീവിതത്തിൽ ആവശ്യം, അത് മനസ്സിലാകുന്നില്ല. എനിക്ക് ഈ വെട്ടുകിളികളോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരായിട്ട് ഒരു ബന്ധമില്ല. ഇപ്പൊ എനിക്ക് ഓൺലൈനിൽ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോകുന്നതുകൊണ്ട് സുഹൃത്തുക്കളെ കിട്ടും. അല്ല വെട്ടുകിളികളെ അട്രാക്ട് ചെയ്യുന്ന പരിപാടികൾ അവതരിപ്പിക്കാതെ കൂടി ഇരുന്നത് കൊണ്ട് എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് കുറച്ച് നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. അവർക്ക് അതുപോലൊക്കെ തന്നെ ഉണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ആവശ്യമില്ല, അവർക്ക് എന്നെ കൊണ്ട് ഒരു ആവശ്യമില്ല. എന്നെ കൊണ്ട് പ്രത്യേകിച്ച്, അവരെ കൊണ്ട് എനിക്ക് പിന്നെ എന്തിനും ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അവർക്ക് എന്നെ കൊണ്ട് ഒരേ ആവശ്യമില്ല. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാൻ പോലും ബുദ്ധിയില്ലാത്ത, അല്ലെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് ഒട്ടും മനസ്സിലാകാനുള്ള ഒരു ബോധമില്ലാത്ത ഒരുത്തൻ, അവനെ ഇനിയും ഓൺലൈനിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് വഷളാക്കരുത്. വഷളന്മാരാ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയാം, എന്നാലും എവിടെയൊക്കെ ജീവിച്ചു പോട്ടെ എന്നെങ്കിലും കരുതിയിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യാതിരിക്കും. അയാൾ ഇതൊക്കെ കാണുമ്പോൾ അയാളുടെ വിചാരം ഇവിടെ വന്ന് ഓരോരുത്തർ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അമൃതയോടോ അല്ലെങ്കിൽ ഈ ഗോപിസുന്ദറിനോടൊക്കെ അസൂയ തോന്നിയിട്ട് ഈ പറഞ്ഞ രൂപയിലേയും കൂലി ഇല്ലാത്തവന്മാരും കുറെ ഫേക്ക് ഐഡികളും ഒരു തെറിച്ച വൃത്തികെട്ട ചിന്താഗതിയുള്ള യാതൊരു ഒരു ഐഡിയ ഇല്ലാത്ത വിവരം കെട്ടവന്മാര് വന്ന് ഇളക്കി കുത്തി ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് കാണുമ്പോൾ അതും കണ്ടോണ്ട് ഇളകി ഇറങ്ങരുത്. മനസ്സിലായോ? ബാലയൊക്കെ ഇതൊക്കെ കാണുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അങ്ങനെ ഉണ്ടാകും, സൂക്ഷിച്ചിടപെട്ടോ. എനിക്കിപ്പോ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞെടുത്ത് തന്നെ ഞാൻ പറയാം ഒന്നുകൂടെ, അന്ന് ഞാനിട്ട പോസ്റ്റ് മര്യാദയ്ക്ക് മനസ്സിലാക്കിയിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ ആ പെണ്ണ് ആ എലിസബത്ത് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതാ ഇത് ശരിയല്ല. അവസാനം എന്തായി അല്ല എന്തായി, അങ്ങനെ ഒരു മനുഷ്യനോട് ഇടപെടാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഈവൻ പലയിടത്തും പേഴ്സണലി മനുഷ്യനോട് ട്രീറ്റ് ചെയ്യുന്ന രീതി ശരിയല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കിയതും കണ്ടിട്ട് പറഞ്ഞതും. പക്ഷെ അന്ന് ഞാൻ ഇയാളോട് എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇന്ന് അങ്ങനല്ല, ഇന്ന് നല്ല വിരോധം. പിന്നെ ഈ ബാലയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ കുറവുണ്ടെന്ന് തോന്നുന്നു. ഒന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ആറാട്ടൻ തന്നെ ഒരിക്കലും എന്തോ മൂവ് ഓൺ, ടേക്ക് എ ബ്രേക്ക്, മൂവ് ഓൺ എന്ന് പറഞ്ഞെടുത്ത് എന്തോ മോശപ്പെട്ട സംഭവം പറഞ്ഞു എന്ന് പറഞ്ഞ് അവൻ മനസ്സിലാക്കി ബാല.
അപ്പോഴാണ് നവകേരള ന്യൂസ് എന്ന് പറഞ്ഞ ചാനലിൽ നിന്ന് ഒരുത്തൻ്റെ ഒരു തടിയൻ അവന്റെ അവിടെ വീട്ടിൽ തിന്നാൻ വരുന്നത്, കപ്പിച്ച തിന്നാൻ വരുന്ന ഇലനക്കിപ്പട്ടിയുടെ കീർന്നക്കിപ്പട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ എടുത്ത് വന്നിട്ട് അവനും അത് മനസ്സിലായില്ല. സ്റ്റാൻഡേർഡ് കുറവാണോ, ഇംഗ്ലീഷിന്റെ പരിജ്ഞാനക്കുറവാണോ ഒന്നും അറിയത്തില്ല. ശരിയാ, മോശമായി ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാമോ ചോദിച്ച് വീഡിയോ ഇട്ടവനൊക്കെ ഇവൻ. മനസ്സിലായോ? അത്രയ്ക്കും വിവരമില്ലാത്ത, വിദ്യാഭ്യാസക്കുറവുള്ള, അന്തസ്സില്ലാത്ത ഒരുത്തൻ. അവന്റെ കൂടെ പോയി ഇരുന്നിട്ട് അതിനെ കൈകൊട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റവന് തീരെ ഇല്ലെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അല്ല വേറെ ആരും ചെയ്തിട്ടില്ല അങ്ങനെ വീഡിയോ. ഇങ്ങനെ എഴുതി വെച്ച കണ്ടിട്ട് എഴുതി വെച്ച് എന്താണെന്ന് കാണിക്കുന്നില്ല. മാധ്യമ പ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ട് പോയിരുന്നതാണ്. ഒരു പാഴ്, എന്തോ പാഴ്. എന്നിട്ട് ഇയാളുടെ ഓഫീസിനൊക്കെ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ വന്നില്ല, ഞങ്ങൾ ബാലയുടെ മാത്രമല്ല ഞാൻ നിങ്ങളെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഏതോ വിളിച്ചിട്ട് ഞാൻ നിന്റെ ചെയ്യണ്ട. പിന്നെ ഈ ഊളയൊക്കെ വരും, അവനോടൊക്കെ സംസാരിക്കുന്ന പോയിട്ട് കാണാൻ പോലും താല്പര്യമില്ല ഊളകളെ. മനസ്സിലായില്ലേ? ഇവനെയൊക്കെ എന്തിനു കാണണം? അയ്യോ, എനിക്ക് ആവശ്യത്തില് ഫ്രണ്ട്സിന്റെ തന്നെ കൂടുതലാണ്. ഈ തീട്ടത്തിനൊക്കെ കാണാൻ പോവാ. പിന്നെ എന്ത് കാര്യം നേരിട്ട് കണ്ടാൽ തന്നെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ശരി കൊള്ളാം, എന്റെ ധാരണ എന്തായിരിക്കും അറിയാമല്ലോ, അല്ലേ? ശരിയല്ലേ? അത് കണ്ടാ മൈൻഡ് ചെയ്യാതെ പോകുന്നത് തന്നെ അതിന്റെ ഏറ്റവും അന്തസ്. ഇങ്ങനത്തെ ഊളകളൊക്കെ കണ്ടാ മൈൻഡ് ചെയ്യരുത്, അത്രേ ഉള്ളൂ. ഇങ്ങോട്ടും മൈൻഡ് ചെയ്യരുത്, അങ്ങോട്ടും മൈൻഡ് ചെയ്യരുത്. എന്ത് മൈൻഡ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം എനിക്കറിയാം എന്താണ്, അല്ലേ? ഇനി അവനറിയത്തില്ലെങ്കിലും എനിക്കറിയാം എന്നുള്ളത് അവൻ അറിഞ്ഞിരിക്കണം. അന്തസ്സില്ലാത്തവനാണെന്നും ഊച്ചാളിയാണെന്നും ഏതോ ഒരുത്തൻ എന്തോ നക്കാൻ കൊടുത്തപ്പോൾ അതൊക്കെ കൂടെ തിന്നിട്ട് വയറ് നിറച്ച് തിന്നിട്ട് വന്നിരുന്ന് ആരെയെ പറ്റി എന്തൊക്കെയോ അവാദം പറയുമ്പോൾ സ്വന്തം ഭാര്യയെ പറ്റിയാണെന്ന് ഓർത്തോണോ ഈ പറഞ്ഞിറക്കിയത്. അതിന് കൂടി നിന്ന് സപ്പോർട്ട് ചെയ്തവനൊക്കെ അയ്യോ ഗതികെട്ടവൻ, എന്തൊരു ഗതികെട്ടവനായിരിക്കും അതല്ലേ. എന്നാലും അതൊക്കെ പോയി പിടിച്ച് പബ്ലിഷ് ചെയ്യുന്ന ഗതികേടുള്ള ഇമാതിരി മാപ്ര എന്ന് വിളിക്കുന്ന ശരിക്കും മാപ്ര, അതാണ് ഒറിജിനൽ. ഈ ഹൈദരലിക്ക് എന്തിന്റെ ആവശ്യം? ഈ പറഞ്ഞവരുടെ ഫാമിലി കാര്യമൊക്കെ ചെകഞ്ഞ് അവിടെ ചെന്നിരുന്ന് വേറൊരാളെ ഇങ്ങനെ പറയുമ്പോൾ അതും കേട്ട് എന്തൊരു ഗതികേട്. നിങ്ങൾ ആലോചിക്കുക, എത്ര കൊല്ലമായിട്ട് മാധ്യമപ്രവർത്തനം ചെയ്യുന്ന എത്ര പേരൊക്കെ നിങ്ങൾക്ക് അറിയാം? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇത്? ചിലരൊക്കെ പറയും മറ്റേ ന്യൂസിനകത്തൊക്കെ വന്നിരുന്ന് ഇവര് ചെയ്യുന്നത് ശരിയല്ല, അവർ ചെയ്യുന്നത് ശരിയല്ല. ഇത് ആവശ്യമില്ല, ഇതൊന്നും ഒരു വാർത്തയല്ല, അല്ല ഈ വക കാര്യങ്ങൾ മീഡിയ വരേണ്ട കാര്യമേ ഇല്ല. അതിനൊക്കെ പോയി ഇരുന്ന് കേട്ട് ഭയങ്കര എന്ത് എവിടെ പറയുന്നില്ലാണെന്ന്. ഇവന്റെയൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ചോദിക്കണ്ടായിരിക്കും. അല്ല ഇവന്റെയൊക്കെ വീട്ടിൽ കയറി നോക്കണം എന്താ നടക്കുന്നത്. ഈ പറഞ്ഞവന്റെയൊക്കെ ഇവനൊക്കെ എന്തോ അവസ്ഥയാണെന്നുള്ളത് അപ്പം അറിയാം. അത്രയൊക്കെ ദാരിദ്ര്യം ഉണ്ട് ഇവർക്ക്. അല്ല ഇങ്ങനത്തെ പരിപാടിക്ക് ഒരു ശ്രദ്ധ കിട്ടത്തില്ല. എങ്ങനെ ഇങ്ങോട്ട് അറ്റൻഷൻ കിട്ടുന്നത്? വെറുതെ ഇരിക്കുമ്പോൾ എങ്ങനെ ഇവർക്ക് തോന്നുന്നേ അവിടെ നിന്ന് പോയേക്കാം. അതാണ് ആ സ്വഭാവത്തിന്റെ കുഴപ്പമാണ്. എന്നാണേലും കൊള്ളാം. അമൃത സുരേഷിന് എന്തൊക്കെ സംഭവിച്ചാലും എന്താ പറയാ, ഞാൻ പറഞ്ഞില്ല, അധ്വാനിക്കുന്ന അല്ലെങ്കിൽ കലാകാരിയായിട്ടുള്ള ഇപ്പോൾ കരിയർ വൈസ് നോക്കിയാലും ഏത് രീതി നോക്കിയാലും പിന്നെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ആരെ ചൂസ് ചെയ്യണം, ആരോടെ ജീവിക്കണം, ആരോടെ ഡേറ്റ് ചെയ്യണം, എന്ത് കാണിച്ചാലും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അത് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അതൊക്കെ അവരുടെ വഴിക്ക് തന്നെ നടക്കണം. അല്ലാതെ ഇമാതിരി പരിപാടി ആ കുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും അത് വളരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് പോകുന്നു. നല്ല സന്തോഷിച്ച് ആ കുഞ്ഞ് അവിടെ ജീവിക്കുന്നുണ്ട്. ഒരാഴ്ച ഇവരോട് കൊണ്ട് വിട്ടാൽ ആ കൊച്ചു കേസ് കൊടുക്കുകയെതിരെ. അതുകൊണ്ട് അതിന് നിൽക്കാതിരിക്കുന്ന ബാലയ്ക്ക് അല്ല സംശയമുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് ആമാതിരി ഡയലോഗ് പറഞ്ഞ് ഇനി അവൻ വന്നാൽ ഒരു കാരണവശാലും ആരും സപ്പോർട്ട് ചെയ്യരുത്. അവന്റെ കമന്റ് ബോക്സ് നിറയ്ക്കണം. നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് അവന് ആ കമന്റ് പറയണം അവനോട്, നീ ചെയ്യുന്നത് ശരിയല്ല. മനസ്സിലായി? എന്തിനാ ഇവൻ നശിച്ചവൻ പോട്ടെ, പക്ഷെ ബാക്കി അത്രയും പേരെ നിങ്ങൾ നോക്കണ്ടേ. കുഞ്ഞിനെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. എടാ നിങ്ങൾ ഓരോരുത്തർ ഇവിടെ നിന്നുകൊണ്ട് ഈ ഹൈദരലിയെ പോലത്തവനും മറ്റേ അവന്റെ പേരൊന്നും എനിക്കറിയില്ല, തടിയൻ പന്നി പോലെ തിന്ന് വീർത്തൊരുത്തൻ അന്നിക്ക് നാണക്കാണ് ഇവനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ തിന്ന് കിടക്കുന്നവരെ എവിടെ തീറ്റിയിട്ട് അവിടെ പോയി വാർത്തയാണെന്ന് പറഞ്ഞ് എന്തും പറയാൻ വേണ്ടിയില്ലാത്തവരെ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അവരൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഒന്ന് രണ്ട് സ്ത്രീകളെ പറ്റി അപവാദങ്ങൾ പറയുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ആ പറയുന്നത് ശരിയാണെന്നുള്ള രീതിയിൽ ഇരുന്ന് ഞം അടിച്ചിട്ട് വരുന്നത് ശരിയല്ല. ആ കുട്ടിയെ പറ്റി അങ്ങനെ ആവശ്യമില്ലാത്ത ഒന്നും വേണ്ട. അമ്മാതിരി പരിപാടി ഇറക്കാൻ വരുമ്പോൾ പറയണ സാറേ ഇല്ലല്ലേ ഞങ്ങളില്ല എന്ന് പറയണ്ടേ? എന്താ വേറെ ഒരുപാട് പേരെ വിളിച്ച് പറയുന്നുണ്ടാവും. അല്ല വേണ്ട, ഇത് മനസ്സിലാക്കി ആരും അങ്ങോട്ട് പോകുന്നില്ല. അല്ല ഇതുപോലെ ഇവമെല്ലാം നോക്കുമൊക്കെ എടുത്ത് ഇറങ്ങുമ്പോൾ ചെന്ന പോലെ അല്ലിത്. മനസ്സിലായോ? തെണ്ടിത്തരമാണ് കാണിച്ചേക്കുന്നത്, മഹാ തെണ്ടിത്തരം. അതിപ്പോ ഹൈദരാലിക്ക് ഭയങ്കര പൊന്തുപോലൊക്കെ ആയിരിക്കും. ഹൈദരാലി വേണേ ഒരു എന്താ പറയണ്ടേ ബിരിയാണി മേടിച്ച് കഴിക്കുകയോ എല്ലാം ചെയ്ത് കാണും. പക്ഷെ അത് മഹാ ചെറ്റ പരിപാടി എന്ന് പറഞ്ഞാൽ മോശം. ചെറ്റ ഈസ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ്. പക്ഷെ എന്നാലും വേറെ എന്ത് പറയും, അത് മോശമായിപ്പോ അത് പറയണ്ട. വേറെ എന്ത് തീട്ട പരിപാടി, ഇതിലും വേറെ തീട്ടം തിന്നുന്നതാ അല്ലേ? അവരെ പറ്റിയൊക്കെ എന്തിനീ ആവശ്യമില്ലാത്ത അനാവശ്യം പറയുന്നതിന്റെ വായിക്കേറ്റി അത് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യം എന്താ? അവൻ എവിടെ ഇരുന്ന് പറയട്ടെ, അവൻ അടിപ്പിക്കരുത്. അത്രേ ഞാൻ പറയത്തുള്ളൂ. അത് ഇതൊന്നും കേൾക്കാൻ പോകത്തില്ല. ഞാൻ എന്റെ ജന്മത്തിൽ ഞാൻ പോകത്തില്ല. എനിക്ക് എന്ത് വീഡിയോ ആണെങ്കിലും ഞാൻ എന്തെങ്കിലും ക്യാമറ എടുത്ത് വേറെ അടുത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ട്, പലർക്കും വേണ്ടിയിട്ട് വീഡിയോ ഇടുന്ന. പക്ഷെ ഇമാതിരി തെണ്ടിത്തരം ഉണ്ടല്ലോ, ഇമാതിരി പണി, അത് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിരോധമുള്ള പല കാര്യങ്ങൾ നടക്കും. പക്ഷെ ന്യായമില്ലാത്ത, അന്തസ്സില്ലാത്ത,
എന്താ പറയണ്ട ഇതിനൊക്കെ ഒരു ആത്മാഭിമാനം എന്നൊക്കെ പറഞ്ഞ സാധനം ഒരു ഇത്തിരിയൊക്കെ വേണം, ഒരു ഉളുപ്പ്. അത് സ്വല്പം മതി, അധികം വേണ്ട. എനിക്ക് വലിയ ഉളുപ്പുള്ളതൊന്നും അല്ല, പക്ഷെ എനിക്കൊരു ഇച്ചിരി ഉണ്ട്, മനസ്സിലായില്ലേ? നിനക്കൊന്നും ഇല്ലാത്തതിനേക്കാൾ ഒരു ഇച്ചിരി കൂടെ ഉള്ളൂ. എനിക്ക് പറ്റുന്നില്ല, എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. നിങ്ങളെ കൊണ്ട് പറ്റുമോ? എനിക്കറിയത്തില്ല ഇവരെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ പറ്റുന്നതെന്ന്. ഒരു പിടി കിട്ടുന്നില്ല. ആലോചിച്ച് എങ്ങനെ കാണാം, എനിക്ക് പിടി കിട്ടുന്നില്ല. എനിക്ക് മനസ്സിലായില്ല എങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ തോന്നുന്നു എന്നുള്ളതാണ്. മോഷണം, പിടിച്ചോറി, പോക്കറ്റടി, അതൊക്കെ നിവർത്തികേടുകൊണ്ട് ആൾക്കാർ ചെയ്യും. പക്ഷെ ഇവർക്ക് അത്ര നിവർത്തികേടില്ല. ഇവർക്ക് ബിരിയാണി കഴിക്കാനാ, കഞ്ഞി കുടിക്കാനല്ലെന്ന് ഇവർ ചെയ്യുന്നത്. ഇവർക്ക് വീണ്ടും 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 കുറച്ചുകൂടെ വേണം. അത് കാശുണ്ടാക്കണം, എങ്ങനെയും കാശുണ്ടാക്കണം, ആരെ ഊമ്പിച്ചിട്ടും കാശുണ്ടാക്കണം, ആരുടെ കുതികാലി വെട്ടിയിട്ടും കാശുണ്ടാക്കണം, ആരെ പടത്തിയിട്ടും കാശുണ്ടാക്കണം. ഗുണ്ടായുസത്തിനകത്ത് മാന്യമായ എത്രയോ ഗുണ്ടകളുണ്ട്. ജെനുവിൻ കേസുകൾ എടുക്കുന്ന ഗുണ്ടകളില്ലേ, ജെനുവിൻ കേസുകൾ എടുക്കുന്ന അഡ്വക്കേറ്റ്സ് ഇല്ലേ, ജെനുവിൻ കേസ് എടുക്കുന്ന പോലീസില്ലേ, ജെനുവിൻ കേസ് എടുക്കുന്ന മാധ്യമ പ്രവർത്തകരില്ലേ, ജെനുവിൻ കേസ് എടുക്കുന്ന ഡോക്ടർമാരുണ്ട്, ടീച്ചർമാരുണ്ട്, എല്ലായിടത്തും ഉണ്ട് ഇതുപോലത്തെ കുറെ വിഷങ്ങൾ. അല്ലെങ്കിൽ ഇത് മനസ്സിലാകാത്ത ആൾക്കാരാകട്ടെ, ഇവരെ വേഷമൊന്നും വിളിക്കാൻ പറ്റത്തില്ല, അവരുടെ നിലപാടതാ, മനസ്സിലായില്ല? അവരെ തിരിച്ചറിയണം, അവരെ അങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇവർക്കെതിരെ ഒന്നും ചെയ്യാനും ഇല്ല, അല്ലെ ഇവരെ കാണുമ്പോൾ തല്ലാനും കൊല്ലാനൊന്നും പോകേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. ഇവരെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ തലയിൽ കയറി ആവശ്യമില്ല, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സമ്മതിക്കരുത്. കണ്ട് തിരിച്ചറിയാനുള്ള ശേഷി ഡെവലപ്പ് ചെയ്യാൻ പഠിക്കണം. അത് ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടാകത്തില്ല. എൻ്റെ വീഡിയോ കണ്ടുപിടിക്കുന്ന പലർക്കും അതില്ല. അതുകൊണ്ട് അവർ എന്നെ എന്തിനു വിളിക്കും. പക്ഷെ ഇത് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടല്ല, നമ്മുടെ ചിന്തകളെയോ അല്ല നമ്മുടെ സ്വാദ്, നമ്മുടെ ടേസ്റ്റ് ഓഫ് എന്താണേലും, അത് എസ്തെറ്റിക് സെൻസിനകത്താണേലും, അല്ലെങ്കിൽ വേണ്ട ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ഡ്രസ്സ്, മേക്കപ്പോ, പിന്നെ ഗ്ലാമർ എന്നൊക്കെ പറയുന്നതോ, അല്ലെങ്കിൽ ബിഹേവിയറോ എന്തോ ആയിക്കോട്ടെ, ഇതിനകത്ത് കയറി ഭയങ്കരമായിട്ട് അങ്ങ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് മാറ്റുമ്പോൾ നല്ല രീതിയിൽ നമുക്കൂടെ കൊള്ളാവുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത ഈ തറ ഇടപാടുകളായിട്ടൊക്കെ വരുന്നവരെ ശ്രദ്ധിക്കണം കേട്ടോ. അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ ആരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും നീ അങ്ങനെ പോകണം, നീ ഇങ്ങനെ പോകണം എന്നൊന്നും ആരോടും പറയത്തില്ല. അവർ പോകുന്ന വഴിക്ക് അവർ പൊക്കോളും. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പ് അറിഞ്ഞാൽ ഞാൻ പറയും. അത്രേ ഉള്ളൂ. പിന്നെ മോഹൻലാലിനെ പറ്റി എന്താ ഈ വീഡിയോ പറയാത്തെന്ന് വെച്ചാൽ,